എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവേഴ്സ് സൊസൈറ്റിയുടെ തൃശൂർ ജില്ലാ രൂപീകരണം നിലവിൽ വന്നു. തൃശൂർ ജില്ലാ കമ്മിറ്റി രൂപീകരണ ചടങ്ങ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അബ്ദുൾ ബാരി കാടാമ്പുഴ ഉദ്ഘാടനം ചെയ്തു. ഇത് നിങ്ങളിൽ ഒരുവനായിട്ട് മാത്രം നിങ്ങൾ എന്നെ കണ്ടാൽ മതി. ഇന്നത്തെ സാഹചര്യത്തിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന പല ആളുകളും ജീവിതത്തിന്റെ ഒരുപാട് പ്രതീക്ഷകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു ഉരുൾപൊട്ടൽ പോലെ അല്ലെങ്കിൽ ഒരു ഭൂമികുലുക്കം പോലെ നമ്മളുടെ മുന്നിലേക്ക് ഒരു ഫ്രീസിംഗ് എന്ന ഒരു സംഭവം വന്നു കയറിയത്. അന്ന് മുതൽ ഓരോ ആളുകളും വളരെയധികം മാനസിക പ്രയാസത്തിലാണ്, ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോരുത്തരും പ്രയാസം അനുഭവിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം നമ്മൾ മുന്നോട്ട് പോയത്. പല ആളുകളുടെയും വീടുകൾ പട്ടിണിയിലാണ്. പല വീടുകളിലും കുട്ടികൾ പഠനം വളരെയധികം പ്രയാസത്തിലാണ്. മാസ ഫീസുകൾ അടക്കാൻ പറ്റാതെ വാഹനങ്ങൾ, ഈ എനിക്ക് പോലും ഉണ്ടായ അനുഭവം, വാഹനത്തിന്റെ മാസ പൈസ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുട്ടിയെ സ്വന്തം ബൈക്കിൽ കൊണ്ടുപോയി വിടേണ്ട ഒരവസ്ഥ എനിക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ ആളുകളുടെ നമ്മളുടെ പ്രയാസം കൂടി വന്ന് മാനസികമായി പ്രയാസത്തിലായി, സൈഡ് തളർന്ന്, ഹൃദയാഘാതം വന്ന്, ഇങ്ങനെയൊക്കെ നമ്മളിൽ നിന്നും ഇനിയും ഒരുപാട് അനുശോചനങ്ങൾ ഇല്ലാതിരിക്കാൻ, ഇതുപോലെ ഇനി അനുശോചനങ്ങൾ അടുത്ത ജില്ലാ മീറ്റിങ്ങുകളിൽ പുതിയ അനുശോചനങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഒരു കൈത്താങ്ങായിട്ട് ഈ ഹൈറിച്ച് കമ്മ്യൂണിറ്റിന്റെ കൂടെ ഒരു ബലം വേണം, അവർക്കൊരു ശക്തി വേണം. ഈ ഹൈറിച്ച് കമ്മ്യൂണിറ്റിയെ റിവൈവൽ ചെയ്യണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ HCRS രൂപീകരിക്കുന്നത്. നെഗറ്റീവായിട്ട് പല ആൾക്കാരും നമ്മൾ തെറ്റിദ്ധരിപ്പിക്കും, ഇതിന്റെ ഉദ്ദേശം ശരിയല്ല, അതൊന്നും നിങ്ങൾ വകവെക്കണ്ട. നിങ്ങളെ മനസ്സിൽ എന്താണോ അത് വെച്ച് നിങ്ങൾ മുന്നോട്ട് വരിക. ഓക്കെ, അപ്പോ ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞു, പല വേദികളിലും നമ്മളിങ്ങനെ സംസാരിച്ചു നിന്ന് ഞങ്ങൾക്ക് വേദി കിട്ടാതെ സംസാരിക്കാൻ പറ്റാത്ത സമൂഹത്തിന്റെ മുന്നില്, ഭരണവർഗത്തിന്റെ മുന്നില്, ബന്ധുക്കളുടെ മുന്നില് ഒക്കെ കുറ്റക്കാരല്ലാതെ കുറ്റക്കാരനായി ചേർത്തപ്പെട്ട ആ പട്ടം സ്വീകരിച്ച ഞങ്ങൾ, നിങ്ങളൊന്ന് ആലോചിക്കുക, എങ്ങനെയാണ് സമൂഹം നമ്മൾ നോക്കിക്കണ്ടത്. ഇപ്പൊ പറഞ്ഞു, പല ലീഡർമാരെ അല്ലെങ്കിൽ നേതാക്കന്മാരെ കാണുമ്പോഴും ഇതൊരു തട്ടിപ്പ് പ്രസ്ഥാനം അല്ലേ എന്ന് നിങ്ങളോട് പറയുമ്പോ ആ ആറ്റിറ്റ്യൂഡിലല്ലേ, ആ ചിന്താഗതിയോടല്ലേ അവർ നമ്മളെ കാണുക. പക്ഷെ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ അന്ന് മനസ്സിലൊരു കുറിച്ചിട്ട ഒരു കാര്യമുണ്ട്, ഞങ്ങൾ തിരിച്ചു വന്നിരിക്കും, തിരിച്ചു വന്ന് നിങ്ങളുടെ മുന്നിൽ തലയുയർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കും, ഞങ്ങളായിരിക്കും. എനിക്കറിയാം, നാളുകളിൽ യൂട്യൂബിൽ എന്നെ ഈ ശബ്ദം വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ആ നെഗറ്റീവുകാരോട് ഞാൻ പറയുന്നു, സത്യത്തിന്റെ പാതയിലൂടെ വ്യതിചലിക്കാതെ പോയത് കൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഒരിക്കൽ കൂടെ ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങൾ തിരിച്ചു വരും. അന്ന് നിങ്ങൾ കാണുമ്പോ ഞങ്ങൾ ഉയർന്നു കിടക്കും, ഒരു സംശയവുമില്ല. അതിന് നിങ്ങളുടെ സഹായം, നിങ്ങളുടെ സപ്പോർട്ടാണ് മേടിച്ചിട്ട് വേണ്ടത്. ഇന്ന് നമ്മുടെ കമ്പനിക്ക് ആവശ്യം നമ്മളോടൊപ്പം നിൽക്കുന്ന MD-യും അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇപ്പൊ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അറിയാം, എനിക്ക് അഭിമാനത്തോടെ പറയാം, ഹൈറിച്ചിന്റെ 0 നിന്നും ഈ നിലയിൽ എത്തിക്കാൻ പാടുപെട്ട ഒരു വ്യക്തി, അതോടൊപ്പം പ്രവർത്തിച്ച ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഹൈറിച്ചിന്റെ തിരിച്ചു വരവിന് ഏതറ്റം വരെ പോകുവാനും അതിലെന്റെ ആരോഗ്യസ്ഥിതി ഞാൻ മാറ്റിവെച്ചുകൊണ്ട് അതിന്റെ മുൻനിരയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും എനിക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം ഞാനത് ചെയ്യുന്നതാണ്. പല മേഖലകളിലും, പല ടൈമിലും, പല അവസരത്തിലും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഞാനെടുത്തൊരു തീരുമാനമുണ്ട്. എന്റെ മനസ്സിനെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചൊരു കാര്യം, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. വിമർശകന്മാര്, നെഗറ്റീവുകാര് നിങ്ങളിലേക്ക് വിഷം കുത്തിവെക്കുമ്പോ നിങ്ങളുടെ ഹൈറിച്ചിനെ, നമ്മുടെ ഹൈറിച്ചിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതിലൂടെ നമ്മുടെ സാമ്പത്തിക ഭദ്രത സുരക്ഷിതമാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു കൊടുങ്കാറ്റിൽ നമ്മൾ തകർക്കാൻ സാധിക്കില്ല. അവരുടെ ആ വ്യാമോഹം അത് നമുക്ക് ചീന്തി എറിഞ്ഞു കളയണം. അവർ അങ്ങനെ പറയുന്നവന്മാരെ നിങ്ങൾ കുറ്റിച്ചൂല് കൊണ്ട് അഴിച്ചോടിക്കണമെന്നാണ് ഞാൻ പറയുക.
അതിന് നമ്മുടെ ഈ സൊസൈറ്റി നമുക്ക് ആവശ്യമാണ്. കയ്യും കാലും കെട്ടി നിന്ന് ഡാൻസ് ചെയ്യാൻ പറഞ്ഞാലുള്ള അവസ്ഥ, വായ മൂടിക്കെട്ടിയിട്ട് പാട്ട് പാടാൻ പറഞ്ഞ അവസ്ഥ, അതന്നെ ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് അനുഭവിക്കുന്നു. നമുക്ക് പറയാനുണ്ട് പലതും, സമൂഹത്തോട് മാത്രമല്ല ഭരണവർഗത്തോട് പറയാനുണ്ട്, നീതിപീഠത്തോട് പറയാനുണ്ട്. അത് പറയാനുള്ള വേദി നമുക്ക് ഇപ്പോഴാണ് ലഭിച്ചത്. അതിന്റെ അഹങ്കാരം ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോളൂ. ഞാൻ നിങ്ങളോടല്ല പറയുന്നത്, വിമർശകന്മാരോട് ഞാൻ പറയുന്നു, അതിന്റെ അഹങ്കാരം ഞങ്ങളിൽ ഓരോരുത്തരിലുമുണ്ട്. ഇനി ഞങ്ങൾ പറയാൻ വരാൻ പോകുന്നു. നമുക്ക് പ്രതികരിച്ചേ മതിയാകൂ. നമ്മുടെ അവസ്ഥകൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. തെറ്റുണ്ടെങ്കിൽ നമ്മളെ തിരുത്തു. ഞങ്ങൾ തയ്യാറാണ്. ഇല്ലേ, 7 വർഷം 8 വർഷം GST കൊടുത്ത ഒരു കമ്പനി എപ്പോഴാണ് എങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പ് കമ്പനിയുടെ കേട്ടഗതിയിലേക്ക് വിട്ടത്? ആരുടെയൊക്കെയോ പിന്നാളായിക്കൊണ്ട് അച്ചാരം പറ്റിക്കൊണ്ട് കയറി ചില തകർത്ത് കളയാമെന്ന് ചിലർ തീരുമാനിച്ചതിന്റെ പ്രതിഫലനമാണ് ഇന്ന് ഞാനും നിങ്ങളും ഒരു സമൂഹം അനുഭവിക്കുന്നത്. ഇല്ലേ? അപ്പൊ നമുക്ക് വീട് കിട്ടിയ ഈ അവസരം നമ്മൾ വിനിയോഗിക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ഹൃദയം തൊട്ട് നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ പറയണം, ഞങ്ങളുണ്ട് കൂടെ ഹൈറിച്ചിന്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. കാരണം നമ്മുടെ പേര് അന്വർത്ഥമാക്കുന്നത് എന്താണ്? ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവലാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഈ സൊസൈറ്റി. ആ സൊസൈറ്റി അതിന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങളും അതോടൊപ്പം നമ്മൾക്ക് കരുത്തായിക്കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായങ്ങൾ ഉണ്ടാകണം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോ ഇതിന്റെ ജെന്യൂനിറ്റി, ഇതിന്റെ GST ട്രാക്ക് റെക്കോർഡ്, ടാക്സ് ട്രാക്ക് റെക്കോർഡ്, ഇതിന്റെ ബിസിനസ് കൺസെപ്റ്റുകളൊക്കെ കണ്ടപ്പോഴും ഈ രാജ്യത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ ഈ കൊച്ചു രാജ്യത്ത്, കൊച്ചു കേരളത്തിൽ എല്ലാവർക്കും സുഖത്തോടെയും സന്തോഷത്തോടെയും ഐശ്വര്യത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി. പക്ഷെ നശിപ്പിച്ചു കളഞ്ഞു ഈ വിഭാഗമാണ്. ഞാന് മഞ്ചേരി ജമ്മിൽ ജോയിൻ ചെയ്തിരുന്നു. ഞാൻ കാര്യങ്ങൾ അതിലേക്ക് വരുന്നത് നിങ്ങൾ അറിയണം. കാര്യങ്ങൾ അവിടെ എന്റെ കൂടെ വർക്കൗട്ടിന് വന്നിരുന്ന ഒരാള്, ഞാൻ ജൂലൈ ഹൈറിച്ചിൽ ഫസ്റ്റ് ഐഡി അടിച്ചിട്ട് വർക്കൗട്ടിന് വന്ന് എന്റെ സമാന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളോട് ഞാൻ ഹൈറിച്ചിന്റെ വലിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് കൂട്ടിക്കോട്ടെ. നമ്മൾ ജൂലൈ 2023 അത് ഞങ്ങൾ കൂട്ടിക്കും. ഞങ്ങളതിന്റെ പിന്നാലെ കൂടിയില്ല. ഞങ്ങൾ നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. കാരണം എല്ലാ നിലക്കും നമുക്ക് നാട്ടിലെ കാര്യങ്ങൾ അറിയാൻ, പക്ഷെ അവര് കൂട്ടിച്ചു. അപ്പൊ ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. ശരിക്കും തിരക്കഥ എഴുതിയ തിരക്കഥയുടെ പരിണിത പേരാണ് ആരൊക്കെ ഡയറക്ട് ചെയ്തു. അതിൽ 2 പേര് തുടക്കത്തിൽ അഭിനയിച്ചു. അവസാനം ഈ 16 ലക്ഷം വരുന്ന കമ്മ്യൂണിറ്റിക്ക് തീരാ ദുഃഖം സമ്മാനിച്ചുകൊണ്ടാണ് നമ്മുടെ കമ്പനിക്ക് റിലീസിങ് വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് ആ കമ്പനി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന 16 ലക്ഷം ഒരു വർഷം 30 ലക്ഷമായിട്ടുണ്ടാവും. ഈ 3 കോടി ജനങ്ങളിൽ 6 വരുന്ന ജനത സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന ഒരു അവസ്ഥാനത്താണ് വരുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഞാൻ ഈ 4 മാസം വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏകദേശം ഓരോ മാസവും 25-30 കിറ്റുകൾ ഞാൻ കൊണ്ടുകൊടുത്തിരുന്നു. എന്റെ കുടുംബത്തിനും അല്ലാതെയുമുള്ള ആളുകൾക്ക് ഏകദേശം 700-800 രൂപയുടെ കിറ്റുകൾ. കാരണം നമുക്ക് ഇത്ര വലിയ ലാഭം വേണ്ട, അധികമൊന്നും തരുന്നത്. ഞാൻ ഇപ്പൊ എന്റെ 2ാമത്തെ മൂവിയിൽ പറഞ്ഞു 10,000 രൂപയുടെ റെഡീം കൂപ്പണാണ് നമ്മൾ എല്ലാവരും അധികം എടുത്തത്. നിങ്ങൾ തൊട്ടടുത്ത് ഒരു കടലക്കാരൊക്കെ കപ്പലടിക്കാരൻ 10,000 കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് മാസത്തിന് ആഴ്ചയിൽ 500 രൂപ തരാനാണ്. സാർ ഞാൻ 600 തരാന്ന് പറഞ്ഞു. തുച്ഛമായിട്ട് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന കച്ചവടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കമ്പനിയെ എന്തിനാണ് ഇവർ കൂട്ടിച്ചത്? എന്റെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ പല MLM കമ്പനികളുടെയും ഔട്ട്ലെറ്റുകൾ നമ്മുടെ അവസ്ഥയുണ്ടായിരുന്നു. ഇതെല്ലാം ഹൈറിച്ച് വളർന്നു വന്നപ്പോഴും ഇവരെല്ലാം രീതിയിലുള്ള ആളുകളൊക്കെ നമ്മുടെ ജില്ലയ്ക്ക് ഹൈറിച്ചിലേക്ക് ജോയിൻ ചെയ്തു. ഇതാണ് ഇവർക്ക് നമ്മളോട് ശത്രുത. എന്തിനു പറയുന്നത്? സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വന്നത്. നമ്മൾ തിരിച്ചു വരും, ഒരു സംശയമില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ തിരിച്ചു വരും. നമ്മൾ ആരും തെറ്റ് ചെയ്തില്ല, നമ്മൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. അതിന് വളരെ നല്ല രീതിയിലാണ് റജൂർ റാഫേൽ സാർ, അജിത് ഷാജി ഒക്കെ പണിയെടുത്ത് ന്യൂട്രൻസ് കമ്പനി തിരിച്ചു വരാൻ വേണ്ടി അവരുമായി സഹകരിച്ച് അവരുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. പക്ഷെ അതോടൊപ്പം നമ്മൾ അടങ്ങുന്ന ഈ കമ്മ്യൂണിറ്റി നമ്മൾക്കും ചിലത് പറയാനുണ്ട്. നേരത്തെ വിനുമാരാർ സാർ പറഞ്ഞ പോലെ
കൂടെ കട്ടക്ക് നിൽക്കുക, നമ്മൾ ആരെ കാശ് നഷ്ടപ്പെടും. ഒന്നുകിൽ കമ്പനീന്റെ അടുത്ത് വേണം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അടുത്ത് വേണം. ഈ ഇങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പൊതുമധ്യത്തിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാനൊന്ന് ഇറങ്ങി, പിന്നീട് ബാലി സാർ ഇറങ്ങി, പിന്നീട് വിനീഷ് സാർ ഇറങ്ങി, ഓരോരുത്തരും ഇറങ്ങി എന്താ ഈ കൂട്ടം കൂടി ഇവർക്ക് ആക്രമിക്കാൻ എളുപ്പമാണ്. ഒരു കൂട്ടം ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പലതും നേടിയെടുക്കാൻ കഴിയും. നമ്മുടെ ശബ്ദം ജനങ്ങളെ അറിയണം. എന്തുകൊണ്ട് ഇപ്പൊ ഇന്ന് രാവിലെ എന്റെ അളിയൻ വിളിച്ചിട്ട് പറയാണ്, കാക്ക നിങ്ങൾ ഹൈറിച്ചിനെ അനുകൂലിച്ച് വരുന്ന പോസ്റ്റുകളൊന്നും പുറക്കണം കേട്ടോ, നെഗറ്റീവ് ഇമ്പാക്ട് നിങ്ങളുടെ ഇമേജിന് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോ ഞാനൊരു കുറ്റം പറയുന്നില്ല. കാരണം എന്താ, ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ധാരണ ഇവർ ക്രിയേറ്റ് ചെയ്തു വെച്ചു. ഇതിന്റെ മുമ്പ് നിങ്ങൾക്കറിയില്ല, കോടതികളിൽ എന്നൊക്കെ നമ്മുടെ കേസ് വരുന്നു, അതിന്റെ 2 ദിവസം മുമ്പ് വാർത്താ മാധ്യമങ്ങളുടെ മുഴുവനും നമ്മളെ വിഷയമായിരിക്കും ഫ്രണ്ട് പേജ്, ലീഡിംഗ് ഹെഡ്ലൈൻ നമ്മളെ വിഷയം ഹൈറിച്ചായിരിക്കും. അത് എന്തിനാന്നൊക്കെ അരിയാഹാരം കഴിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുത്തു വരും. ഇതിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ നമ്മൾക്ക് പലതും ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പത്രസമ്മേളനങ്ങൾ നടത്തേണ്ടി വരും, ചിലപ്പോൾ പല ആളുകൾക്കെതിരെ നമ്മൾക്ക് കേസ് കൊടുക്കേണ്ടി വരും, ഒരുപക്ഷെ നമ്മളെ അറസ്റ്റ് ചെയ്തു വരും, അതിന് ജാമ്യം എടുക്കേണ്ടി വരും. പൊതുമധ്യത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ ഒറ്റക്കെട്ടായി നമുക്ക് പൊതുരംഗങ്ങളിൽ പൊതുമധ്യത്തിൽ ഇറങ്ങേണ്ടി വരും. എന്തിനും തയ്യാറായിട്ട് നമ്മൾ നിൽക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഏകദേശം ഒരു മിനിമം ഇതിന്റെ ഒരു 50 കൃഷിക്കാരുണ്ടാവും ഇല്ലേ? അപ്പൊ നമ്മള് കൃഷിക്കാരൻ വേണം. നമ്മുടെ എന്നോട് തൃശ്ശൂരിന്റെ പ്രാധാന്യം ബാക്കി 7 ജില്ലക്കാർക്കും പറയാൻ പറ്റാത്ത ഏറ്റവും വലിയ പ്രാധാന്യം തൃശ്ശൂർക്കാരന്റെ കമ്പനിയാണ് കഴിച്ച്. അല്ലെ? ആ കൃഷിക്കാരൻ ഇന്ന് പ്രധാന സാറ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇത്രയും പ്രധാന സാറെ പോലെ ഒരാള് ഉണ്ടാവും എനിക്ക് തോന്നില്ല. കാരണം നേരത്തെ വിനീഷ് സാറൊക്കെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വരുമാനം ജനങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പല കമ്പനിക്കാരും ഏറ്റവും അത് കുറച്ച് ജനങ്ങൾക്ക് കൊടുക്കുക, കൂടുതൽ അവനവന്റെ ആക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇന്നുവരെ കണ്ടുപിടുത്തം കേൾക്കുന്നത്. പക്ഷെ അവർക്കാരൊന്നും സ്ഥാനമുള്ളൂ. പക്ഷെ പ്രകൃതി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, പ്രധാന സാർ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ പ്രധാന സാർ നമ്മളെ കഴിക്കുന്നെങ്കിലും ഇന്ന് നമ്മളൊക്കെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് തന്നെയല്ലേ, അതല്ലേ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം. പ്രകൃതി നമുക്ക് വേണ്ടി പണിയെടുക്കുന്നു. സാർ എപ്പോഴും പറയുന്നത് കാര്യമാണ്. അപ്പൊ കുറ്റം പറയാൻ 100 ആളുകളുണ്ടാവും. ഇപ്പൊ 1000 ശരി ചെയ്താലും ഒരു ചെറിയ തെറ്റ് വന്നു കഴിഞ്ഞാൽ അവൻ തെറ്റ് ഓർമ്മിക്കാനാണ്, അല്ലെ? അതാണ് സമൂഹം. 2018 ഡിസംബർ മുതൽ ഹൈറിച്ചിന്റെ കൂടെ ഒരാളല്ല. അതുകൊണ്ടാണ് ഹൈറിച്ചിന്റെ പ്ലാൻ ആദ്യകാലങ്ങളിൽ, പിന്നീട് അങ്ങോട്ട് ഒരുപാട് ആൾക്കാർ വന്നു. ആദ്യകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ സൂം മീറ്റിങ്ങുകളിലും ഒക്കെ പ്ലാൻ പ്രസന്റേഷൻ നടത്തിയ ഒരാളാണ് ഞാൻ. അതന്നും ഇന്നും അഭിമാനത്തോടെ പറയുന്നുണ്ട്. കാരണം അതിലൂടെ ഒരുപാട് ആൾക്കാർ ഹൈറിച്ചിലേക്ക് വന്നിട്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ഈ ഒരു പ്രതിസന്ധി വന്നപ്പോഴും നമ്മളെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ച കമ്പനി എന്നുള്ള രീതിയിൽ കമ്പനിയുടെ കൂടെ കട്ടക്ക് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. കാരണം നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഇപ്പൊ ഈ കേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിയമപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ഇതൊന്നും നമുക്ക് എല്ലാം അറിയണമെന്നില്ല. എന്നെ സംബന്ധിച്ച് അതൊന്നും എനിക്കറിയില്ല. കാരണം ഞാനൊരു വീട്ടമ്മ മാത്രമായിരുന്നു. എന്നിരുന്നാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവരെ നമ്മുടെ ഈ ഒരു സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ ഞാൻ ബാലി സാറിനെ വിളിച്ച് ബാലി സാറോട് ഞാനും കട്ടക്ക് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതുപോലെ കാണുമ്പോൾ തൃശ്ശൂർ ഒരുപാട് പ്രോഗ്രാംസിന് ഞാൻ വന്നിട്ടുണ്ട്. കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ കമ്പനിക്ക് എവിടെയോ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് നമ്മൾ ഇന്നും ഈ 1.5 വർഷമായിട്ടും നമ്മൾ ഈ രീതിയിൽ കമ്പനിയുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോ HCRS എന്ന് പറഞ്ഞ നമ്മുടെ ഈ സൊസൈറ്റി രൂപീകരിച്ച എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാലി സാറും വിനീഷ് സാറും മറ്റും സംസാരിച്ച എല്ലാവരും അത് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മതി, നമുക്ക് അവിടെ ജോയിൻ ചെയ്യിപ്പിക്കാം. നമ്മൾ ഒറ്റക്കെട്ടായി പോകണം. ഇപ്പൊ ഞാനൊരു ചെറിയ എക്സാമ്പിൾ നമുക്കറിയാം. ഉറുമ്പുകളുടെ കഥ പറയുമെങ്കിൽ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടാണ്. എന്ന് പറഞ്ഞപോലെ നമ്മളെല്ലാവരും ഒരു ഒറ്റക്കെട്ടാണ്. നമ്മൾ പല ദിക്കിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പല പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർ ആയിരിച്ച് ഉള്ള സമയത്ത് അത് നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല സത്യം പറഞ്ഞു. അപ്പൊ എന്തായാലും എനിക്ക് ഈ ഒരു വേദിയിൽ ഇവര് അവസരം തന്നതിന് ആദ്യം സൊസൈറ്റിയോട് നന്ദി പറയുന്നു. ഇതിന് ഈ ഒരു HCRC ഹൈറിച്ചിന്റെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു സൊസൈറ്റി രൂപം കൊടുത്തപ്പോൾ ഒരുപാട് കുപ്രചാരണങ്ങളും, നിങ്ങൾക്കറിയാം തൃശ്ശൂരാണ് ഈ കമ്പനിയുടെ ആസ്ഥാനം. ഇവിടെ എത്ര തൃശ്ശൂർക്കാരാണ് വന്നതെന്ന് നിങ്ങൾ എല്ലാവരും തിരിച്ചറിയണം.
ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സൊസൈറ്റി രൂപകൽപ്പന ചെയ്തത്? ഇതിന്റെ പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി എല്ലാവരും പറഞ്ഞു അവരൊക്കെ നിർബന്ധിതമായി ഏറ്റെടുത്തതാണ്. ഏറ്റെടുക്കാൻ ആളില്ല എന്നത് സത്യമാണ്. വയസ്സാർ പറയുന്നത് പ്രസംഗിക്കാൻ പോലും അറിയില്ല. അപ്പൊ അത്രത്തോളം കഴിവില്ലാത്ത ആൾക്കാരാണ് ഈ ഒരു സ്ഥാനത്ത് വന്നത്. പക്ഷെ കഴിവുള്ള ആളെന്ന് തെളിയിക്കാൻ പോവാണ്. അവസാന ഘട്ടം ഒരു 3 ആഴ്ചയാകുമ്പോഴാണ് ഫ്രീസിംഗ് വന്നത്. അപ്പൊ ജനങ്ങളൊക്കെ എല്ലാവരും എന്ത് ചെയ്യണം എന്നുള്ളൊരു സംഭവം ഉണ്ടായത്. അങ്ങനെ പറഞ്ഞപോലെ അന്നാരെക്കാളും തന്നാലാണ് ചെയ്യണമെന്നുള്ളത് അല്ല, ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്നാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മുതൽ ഹൈറിച്ച് കൊണ്ടുവരുന്ന ഒത്ത ആൾക്കാർക്ക്, ഈ കമ്മ്യൂണിറ്റി സൊസൈറ്റി വന്നിരിക്കുന്ന ആൾക്കാർക്ക് എന്തിനും ഈ ആൾക്കാരുടെ കൂടെ എന്നും ഞാൻ ഉണ്ടാകുന്ന എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് അധികാരികളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ഇതുപോലൊരു കൂട്ടായ്മ വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഒത്തുകൂടി ഇങ്ങനത്തെ ഒരു റിവൈവൽ സൊസൈറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്.